ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നലെ ഞങ്ങൾ പ്രഭാസിൻ്റെ സലാറ് മൂവിക്ക് പോയി. രാത്രി ഷോക്കാണ് പോയത്. ഞാൻ നാട്ടിലില്ല, ബാംഗ്ലൂരാണ്. ഷോപ്പ് അടച്ചതിൻ്റെ ശേഷം പോകാൻ കഴിയുള്ളൂ. അങ്ങനെ വമ്പൻ തിരക്കാണ് അവിടെ. ഭയങ്കര തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര റിസ്ക് എടുത്ത് ക്യൂ നിന്ന് റിസ്ക് എടുത്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. അതന്നെ ഏറ്റവും ഫ്രണ്ടിലിരുന്നാണ് കാണാൻ കഴിഞ്ഞത്. സീറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ബെഞ്ചിൻ്റെ മേലെ ഇരുന്നിട്ടാണ് കാണാൻ കഴിഞ്ഞത്. സിനിമൻ്റെ കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ തന്നെയാണ്. ഇന്നലെ ഇന്ത്യയിൽ നിന്ന് മാത്രം 110 കോടി സലാറ് ഫസ്റ്റ് ഡേ അടിച്ചിട്ടുണ്ട്. അതേപോലെ വേൾഡ് വൈഡ് നോക്കുമ്പോൾ 175 കോടി. അപ്പോൾ നമ്മളെ KGF 2 ഒക്കെ ഫസ്റ്റ് ഡേ കളക്ഷന് സലാറ് ബ്രേക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഓപ്പണിംഗ് കളക്ഷനിൽ ടോപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ബാഹുബലി 2, അതേപോലെ രണ്ടാമതും പ്രഭാസ് തന്നെയാണ്. ഇപ്പോൾ 175 കോടി. ഇത് ദംഗളിൻ്റെ അതേപോലെ ബാഹുബലി 2 ഒക്കെ ഫൈനൽ കളക്ഷനായ 2000 കോടി വെട്ടിക്കോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഏകദേശം ഒരു 1000-ൻ്റെ മേലെ 1500 കോടിയോട് കൂടി ഇതിൻ്റെ കളക്ഷൻ അവസാനിക്കും. പക്ഷേ ഈ സിനിമ കാണാൻ പോണവരോട് പറയാനുള്ളത്, പ്രശാന്ത് നീലിൻ്റെ പടമാണ്, ആ ഒരു മേക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഒരിക്കലും മറ്റൊരു KGF 2 ആണ് വിചാരിച്ച് പോകരുത്. അങ്ങനെ പോയാൽ എന്തായാലും നിങ്ങൾക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ KGF പോലത്തെ ഒരു പടം ഇനി പിറക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു പടം ഇനി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അഥവാ വരികയാണെങ്കിൽ KGF 3 തന്നെ എടുക്കേണ്ടി വരും. ആ ഒരു ലെവലിലൊരു പടം KGF 1-നെ KGF 2-ൽ എത്തിക്കാൻ പ്രശാന്ത് നീലിൻ്റെ ഐഡിയയും പ്രശാന്ത് നീലിൻ്റെ ആ വർക്കൗട്ടും അതിനി വേറൊരു പടത്തിലുണ്ടാവുമെന്ന് ഒരിക്കലും തോന്നില്ല. പ്രശാന്ത് നീലിൻ്റെ ഈ ഒരു പടം അതേമാതിരി പ്രഭാസിനെ വെച്ച് ചെയ്യുമ്പോൾ പൃഥ്വിരാജൊക്കെ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു പടമായപ്പം ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അതിന് മാത്രമൊന്നും ഈ പടമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമാണോ ചോദിച്ചാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ലോക്കൽ പടമാണോ ചോദിച്ചാൽ അതുമല്ല, ഒരു ആവറേജ്. അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇതിന് മര്യാദയ്ക്ക് നല്ലൊരു സോങ് ഇല്ല. പിന്നെ ഈ എന്താ പറയുക, ഈ BGM പറയുക, ഈ ഫൈറ്റിന് കൊടുത്ത BGM ആണ്. ബാക്കിയുള്ള ഈ ഡയലോഗ്സിൻ്റെ ഇടയിൽ വരുന്ന BGM ഒന്നും അത്ര പോരാ. പിന്നെ സോങ്ങൊക്കെ വളരെ ഒരു മര്യാദയ്ക്ക് നല്ലൊരു സോങ് ഇല്ല. ഇതിലിപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളതാണ്, ഫൈറ്റ് അടിപൊളി, നല്ല കിണ്ണം കാച്ച ഫൈറ്റ് ഉണ്ട്. പിന്നെ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരു 1-2 ഐറ്റംസ് പ്രഭാസിന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 1-2 ഐറ്റംസ് അതൊക്കെ അടിപൊളിയാണ്. KGF 2 KGF-ലൊക്കെ കണ്ട പോലെ ഒരു ഇമോഷണൽ, ഒരു ഫീലിങ്സ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നും ഇതിലില്ല. ഇനിയിപ്പോൾ പാർട്ട് 2 വരാണ്ട് നല്ലൊരു ഫൈറ്റിൻ്റെ ഒരു രംഗത്ത് വെച്ചിട്ടാണ് ഈ ക്ലൈമാക്സ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് 2-ൽ സംഭവം ബാഹുബലി ഫസ്റ്റ് വന്നപ്പോഴും ഇതേപോലെ ഇനി ആർക്കും എല്ലാം ഒന്നും ഒരു ഇത് കിട്ടിയില്ല. ഇനി പിന്നെ സെക്കൻഡ് പാർട്ട് വന്നപ്പോഴാണ് അത് ഒന്നുകൂടി കയറി കൊളുത്തിയത്. ചിലപ്പോൾ ഇത് അതേപോലെ ആയിരിക്കാം. പക്ഷേ ഇതിലും പ്രശാന്ത് നീൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിനി. ആ പ്രതീക്ഷിച്ച വക ഈ പടത്തിനില്ല. നിരാശരായിട്ട് തന്നെയാണ് എല്ലാവരും മടങ്ങിയത്. പിന്നെ കൊടുത്ത പൈസക്കുള്ള പടമുണ്ട്. ആ 2 ഫൈറ്റ് കാണുമ്പോൾ തന്നെ ആ കൊടുത്ത പൈസ മുതലായി. പിന്നെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ ഒരു ലവ് സ്റ്റോറി അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ രണ്ടാളുള്ള ഫ്രണ്ടിനും വേണ്ടി, അതായത് പൃഥ്വിരാജിനും വേണ്ടി എന്തും ചെയ്യണ ഒരു പ്രഭാസ്, അതാണ് പടം. പക്ഷേ അതും ഒന്നുകൂടിയൊക്കെ ശരിയാക്കി ഉഷാറാക്കിയിട്ട് എടുക്കാനി. അതും വലിയൊരു സംഭവമാക്കിയിട്ട് എടുത്തിട്ടൊന്നുമില്ല. രണ്ടാളും കൂടിയുള്ളൊരു ഫൈറ്റ് അത് തുടക്കം മുതലേ ഞാനിങ്ങനെ പ്രതീക്ഷിക്കേണ്ടായിരുന്നു. അത് പിന്നെ ലാസ്റ്റിക്കാണ് കിട്ടിയത്. ലാസ്റ്റ് കുഴപ്പമില്ലാത്ത രണ്ടാളോടെയുള്ളൊരു ഫൈറ്റ് ഉണ്ട്. പടം സെക്കൻഡ് ഹാഫിലാണ് പൃഥ്വിരാജ് വരുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. അതിൽ കാര്യമായിട്ട് എന്താ പറയുക, പ്രഭാസിൻ്റെ ഒരു ഇൻട്രോ, പിന്നെ പ്രഭാസിൻ്റെ നല്ല ഒരു അടിപൊളി ഫൈറ്റ്. പിന്നെ ഫുള്ള് സെക്കൻഡ് ഹാഫിലാണ് കളി. സെക്കൻഡ് ഹാഫിൽ നല്ല കിണ്ണം കാച്ച ഫൈറ്റ് ഉണ്ട്. നല്ല ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. പിന്നെ സിനിമ ചെറിയ പടമൊന്നുമല്ല, വലിയ പടമാണ്. ഏകദേശം 3 മണിക്കൂറിൻ്റെ മേലെ, 3 മണിക്കൂറും 20 മിനിറ്റും ഉണ്ടെന്നാണ് തോന്നുന്നത്. വലിയൊരു മൂവിയാണിത്. പൃഥ്വിരാജിന് നല്ല റോൾ തന്നെ, പ്രഭാസിനെ പോലെ തന്നെ നല്ല കട്ടക്കുള്ള റോളുണ്ട്. പിന്നെ വില്ലന്മാരൊക്കെ
ഒക്കെ ആ താടിമുടിയും KGF കണ്ട മാതിരി ആ ഗരുഡനൊക്കെ ഇതിൽ വേറൊരു ഗരുഡൻ്റെ പോലെ. KGF ഗരുഡൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിറക്കണ ഒരു ഗരുഡനല്ലേനെയോ, ഇതിൽ വേറൊരു സംഭവം പോലെ. അവിടെ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. നിങ്ങൾ കൊടുക്കണ 100 രൂപ അല്ലെങ്കിൽ 150 രൂപ അതിനുള്ള മുതലുണ്ട്. പക്ഷേ പോകുന്നവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, ഒരു KGF ആ ഒരു ലെവലിൽ ഒരിക്കലും ചിന്തിക്കരുത്. അത് മുതൽ വേറെ തന്നെയാണ്. ഇത് ആ KGFൻ്റെ ആ ചിന്തന മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. ഇത് സലാറാണെന്ന് വിചാരിച്ചാണ്ട് പോയി കാണുക. അപ്പോൾ ആ മൈൻഡിൽ അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. വലിയൊരു ഹൈപ്പ് കൊടുക്കാതെ പോവുക. ഫൈറ്റ് നല്ല ഫൈറ്റാണ്. പിന്നെ പടം ഫുള്ള് ഡാർക്ക്നെസ്സാണ്, ഇരുട്ടിൽ നിറഞ്ഞൊരു പടം. കുഴപ്പമില്ല, കണ്ടിരിക്കുക. വലിയൊരു സംഭവമൊന്നുമല്ല. ഈ നമ്മളെ പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷം ഇറങ്ങിയൊരു പടം ഉണ്ടായില്ലേ, സാവനെക്കാട്ടിയൊക്കെ എത്രയോ മികച്ച പടം എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഏതായാലും ഇന്നലെ പോയ തിയേറ്ററിലെ അവസ്ഥകളൊന്ന് കാണിക്കാം. मेटे हुए तो गए